സാർ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഇതുവരെ വാ തുറക്കാത്ത ചെന്നിത്തല, ശബരിമല വിഷയത്തിൽ ഒരു വാക്കും മിണ്ടാത്ത കോൺഗ്രസ്, ഈ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷം ശബരിമലയിൽ 500 കോടിയുടെ സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് SIT ഒരു കത്തൊക്കെ അയച്ചുകൊണ്ട് ചെന്നിത്തല രംഗപ്രവേശനം ചെയ്തു. SIT മൊഴിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ചെന്നിത്തലയുടെ വരവും ജയകുമാറിന്റെ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനവും ഒക്കെ വല്ലാതെ ഒരു കൂട്ടിക്കൊഴിഞ്ഞൊരു അവിയല് പരിവമാകുന്നുണ്ടോ എന്നൊരു സംശയം. CPM-നെ തകർക്കാൻ എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? കവി ഉദ്ദേശിക്കുന്നത് ഈ ചെന്നിത്തല ഇപ്പൊ വാ തുറന്നത് ആര് പറഞ്ഞിട്ടായിരിക്കും, എന്തിനായിരിക്കും? ചെന്നിത്തല വാ തുറന്നു പോയതാണ്. എന്താന്ന് വെച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗംഭീരമായിട്ട് തോറ്റുപോകാനുള്ളൊരു സാഹചര്യമാണ് കോൺഗ്രസ് അതിൻ്റെ നേതാക്കന്മാരും അതിൻ്റെ ഉപദേഷ്ടാക്കളും എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇതൊക്കെ അറിയാൻ പുള്ളിക്ക്, എങ്കിലും രഹസ്യമായിട്ട് വെച്ചിരിക്കുക. അടുത്ത തവണ ഇനിയെങ്കിലും ഗവൺമെൻറ് തങ്ങളുടേത് അധികാരത്തിൽ വരികയാണെങ്കിൽ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുടെ പദവിയും എല്ലാം വെച്ചുകൊണ്ട് ഇവനെയെല്ലാം ഒന്ന് വരട്ടിയതിന് ശേഷം ഇവിടെ വല്ലതും കെട്ടുമോ, എന്ത് കിട്ടും എന്നുള്ളത് അന്വേഷിച്ച ശേഷം നടപടിയെടുക്കാം. എനിക്കിതൊക്കെ അറിയാൻ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ നഷ്ടപരിഹാരം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അടിപടലം തോറ്റുപോകുന്ന ലക്ഷണമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിയമസഭ 8 എന്താ പറയുക, നമ്മൾ പറയാറുണ്ടല്ലോ 8 നിലയിൽ അങ്ങ് പൊട്ടിത്തീരും. അപ്പോൾ പിന്നെ ഇത് വല്ലതും നടക്കുമോ ഭീഷണിയും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്നാൽ ഇപ്പം തന്നെ അത് വെളിപ്പെടുത്താം. അങ്ങനെയാണ് 2 വെളിപാടുകൾ വന്നത്. ഒന്ന്, സുഭാഷ് കപൂർ സംഘത്തിൻ്റെ 500 കോടി രൂപയുടെ ലേലം വിളി ശബരിമല ആൻറ്റിക്വിറ്റി പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ. രണ്ടാമതായിട്ടുള്ളതാണ് ജയകുമാറും സംഘവും വന്നതിന് ശേഷം, അതിന് മാത്രം നാളൊന്നും ആയിട്ടില്ല, 1 മാസത്തിനകം തന്നെ ഏതാണ്ട് 500 കോടിയുടെ അഴിമതി അവിടെ നടക്കും. എനിക്ക് അപ്പോഴേ അറിയാം, അമൃതത്ത് അവിടെ വിളമ്പുമ്പോഴേ എനിക്കറിയാം ഇതിൻ്റെ പിന്നിൽ അഴിമതി ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അരവണയുടെ പിന്നിലുണ്ട് അഴിമതി. ഫാക്ടറി പ്രൊഡക്ഷനാണ്. എത്ര എൻ്റെ ധന്യ അവിടെ ഈ അരവണയ്ക്കെന്നും പറഞ്ഞ് നമുക്ക് അവിടെ 1 കിലോ നെയ്യുടെ ആവശ്യമുണ്ടെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറയുക, അവിടെ കലവറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് 10 കിലോ നെയ്യാണ്. 9 കിലോയും വെട്ടിക്കുകയാണെന്നേ അവിടെ തന്നെ തിരിച്ചു വയ്ക്കുകയല്ല, തിരിച്ചു വിൽക്കും. കൊണ്ടുപോകുന്നത് ഫ്രീ ആയിട്ടാണ്, പക്ഷേ തിരിച്ചു കൊണ്ടുവന്ന് മിച്ചം കൊടുക്കുന്നത് പൈസ വാങ്ങിച്ചുകൊണ്ടാണ്. കിലോ കണക്കിന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഓരോ കിലോയ്ക്ക് ഇത്ര രൂപ എന്നും പറഞ്ഞ് വാങ്ങിച്ചാൽ ആ വെട്ടിപ്പ് അവിടെ നടക്കുന്നു. അതുപോലെ ആയിരിക്കും ഈ അമൃതത്തിന് വേണ്ടിയുള്ള വിഭവങ്ങൾ, അരി, നാളികേരം, അതുപോലെ ഉപ്പ്, അതുപോലെ തന്നെ പഞ്ചസാര. ഈ സാധനം ചതുർ വിഭവമല്ലേ, ശർക്കര, ഒരുപാട് സാധനങ്ങൾ വേണം. നെയ്യ് വീണ്ടും വേണം, കദളിപ്പഴം. അക്കാര്യത്തിലൊക്കെ എന്തെല്ലാം വെട്ടിപ്പാണ് നടക്കുന്നത് അറിയാം. കദളിപ്പഴത്തിനൊക്കെ എന്താ വില ഇപ്പം. അതിൻ്റെ എല്ലാം തൂക്കമനുസരിച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. ഇത്ര വേണം. 5 കിലോ പാണ്ഡികക്കാരൻ പറയുകയാണ് 5 കിലോ ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ 50 കിലോ എടുത്തുകൊണ്ട് പോകും. ബാക്കി 40 കിലോ അവരുടെ വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം കൊണ്ടുവന്ന് ഇവിടെ കലവറയിൽ തന്നെ കൊടുക്കും. മലയല്ലേ, കടയിലെങ്ങാനും പോയി പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ പറ്റും, ഏജൻറ്റുമാർ കൊണ്ടു കൊടുക്കുക. ബാക്കി 49 കിലോയുടെ 50 കിലോയിലെ 1 കിലോ ഉപയോഗിച്ചു. ബാക്കി 49 കിലോയുടെ കണക്ക് പറഞ്ഞ് വില വാങ്ങിക്കും. അത് ചീട്ടാക്കും, പൈസയാക്കി വരുമാനം. ആ തരത്തിൽ തീർച്ചയായിട്ടും 500 കോടിയുടെ വരുമാനം. സ്വർണ്ണമൊന്നും വേണ്ടെന്നേ. ഈ അമൃതത്ത് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വഴിയൊരുക്കലാണ്. അപ്പോൾ ഇതൊക്കെ നടന്നിട്ടുണ്ട്. ജയകുമാർ എന്നല്ല ആര് വന്നാലും ഇതൊക്കെ തന്നെയാണ് പണ്ടേ നടന്നുകൊണ്ടിരുന്നത്, ഇപ്പോഴും നടക്കുന്നതാണ്. നമ്മളെല്ലാം പോയി, ഭക്തന്മാരെല്ലാം ഇരുമുടിക്കെട്ടും കെട്ടി ദർശനവും കഴിഞ്ഞ് നേരെ ഇങ്ങ് മടങ്ങി വരുന്നു. ഇതിൻ്റെ അടരുകൾക്കുള്ളിൽ നടക്കുന്ന ഈ അഴിമതിയെക്കുറിച്ചൊന്നും നമ്മൾ ബോധ്യന്മാരല്ല. നമ്മൾ അന്വേഷിക്കാൻ പോവില്ല. അവിടെ നിന്ന് നിൽക്കാൻ തന്നെ 1/2 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്ക് പിടിച്ച് മാറ്റുകയല്ലേ നമ്മളെ. നേരെ ചെന്നിത്തലയുടെ പെട്ടെന്നുള്ള അയ്യപ്പ പ്രേമം, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനിയിപ്പോൾ അതേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലായി. കോൺഗ്രസ് അടിപടലം പോക്കാ. ഇനി ശിഷ്ടകാലം ശബരിമലയിലെങ്ങാണം അവിടെ ഒരു ആശ്രമം വല്ലതും കെട്ടിക്കൊണ്ട് അവിടെ അങ്ങ് ചേർന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന്. അദ്ദേഹം ശബരിമല പോകാറുണ്ട് പണ്ടും. അതെ എന്ന് പറയുന്ന പോലെ. പിന്നെ ശ്രീനിവാസനൊരു സിനിമയ്ക്കത്തുണ്ടല്ലോ, ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്കകത്തെ പോലെ
ആ സ്ഥിതി അങ്ങ് കൂടിപ്പോയി അദ്ദേഹത്തിന് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പെട്ടെന്നുണ്ടായ സിദ്ധിയാ. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സഹായിക്കാൻ അയ്യപ്പൻ മാത്രമേ ഉള്ളൂ അവസാനം. എൻ്റെ ഈശ്വര, മറ്റാരും ഇല്ലേ സഹായിക്കാനുള്ള ഒരു ബോധം. എങ്ങനെയെങ്കിലും എന്നെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി ആക്കണേ, ബാക്കിയുള്ളവന്മാരുടെ പേരിൽ എല്ലാ പീഡന പരാതികളും കേസുകളെല്ലാം വരണേ. അതെ, ചെന്നിത്തലയുടെ കാര്യം അങ്ങനെ പോട്ടെ. ഈ ചെന്നിത്തല തെളിവ് കൊടുക്കാമെന്ന് പറഞ്ഞ് SIT വന്നെടുക്കുന്നുണ്ടോ? അതൊന്നും കൂടെ നമ്മുടെ ചെന്നിത്തലയെ നമുക്ക് വെറുതെ വിടാം. SITക്ക് തെളിവ് കൊടുക്കാം. ഇവർ തെളിവ് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ, മഹാന്മാരാണെങ്കിൽ, എന്താ ഇതിനോടകം തെളിവെടുക്കാത്തത്? തെളിവ് ഇന്നലെ മൊഴി കൊടുത്തിട്ടില്ല. അത് ചെല്ലാമെന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോൾ എടുക്കണ്ടെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ഈഞ്ചക്കൽ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. വിളിയേ നടന്നുള്ളൂ. തെളിവെടുപ്പ് നടന്നിട്ടില്ല. അന്ന് അന്വേഷിച്ച് നോക്കൂ. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയില്ലെന്നേ. അപ്പോൾ അതിന്റെ പിന്നിൽ നിഗൂഢത. ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യമെന്ന്. ഇവരെ ഭരിക്കേണ്ടതും ഇവർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതും കോടതിയാണ്. അവിഹിതമായിട്ട് മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇങ്ങനൊരു ചോദ്യം ചെയ്യലുണ്ടായാൽ പല കാര്യങ്ങളും രമേശ് ചെന്നിത്തല പറയും. വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ എന്ത് സംഭവിക്കും? പത്രക്കാരെല്ലാം കൂടെ വളഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇദ്ദേഹം ഇവിടെ പറയും. പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാ ചാനലുകളിലും എല്ലാ പത്രങ്ങളിലും ഈ സാധനം അടിച്ചും വരും. ഇത് ദൃശ്യമായിട്ടും ശബ്ദമായിട്ടും വരും. വന്നു കഴിയുമ്പോൾ അവിടെ നടക്കുന്ന തീവട്ടിക്കൊള്ളയുടെ ആ ഭീമാകാര രൂപമുണ്ടല്ലോ, മൈനാകം കടലിൽ നിന്ന് ഉയരുന്നത് പോലെ ഉയർന്നു വരും. അത് പേടിച്ചാൽ മുഖ്യമന്ത്രി ഇപ്പോൾ വേണ്ട. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്ന് പോളിംഗ് കഴിയട്ടെ, കൗണ്ടിങ് പിന്നെ കുഴപ്പമില്ലല്ലോ. ഈ നിർദ്ദേശം പോയിട്ടുണ്ട്. ചോദിച്ചു നോക്കൂ, ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ സ്ലോ ഡൗൺ ആയത്. ആ കാര്യത്തിൽ പിന്നോട്ടടിച്ചത്, എബൌട്ട് ടേൺ എടുത്തത്. എബൌട്ട് ശരിക്കും ഒരു എബൌട്ട് ടേൺ ആണ് നടത്തിയത്. ഒരു തെളിവ് തരാമെന്നൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് പറയുമ്പോൾ അത് എടുക്കണ്ടേ? അപ്പോൾ എടുക്കാതെ പിന്നത്തേക്ക് മാറ്റി. സാധാരണഗതിയിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴാണ് പത്മകുമാർ 3 തവണ അത് മാറ്റിവെച്ചത്. ഇതിപ്പോൾ ഉത്തരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് മാറ്റിവെപ്പിക്കുക എന്ന് പറയുന്നത് അസ്വാഭാവികമല്ലേ? നിഗൂഢതയില്ലേ? അതിൻ്റെ പിന്നിൽ ഗൂഢോദ്ദേശമില്ലേ? ഗൂഢാലോചന. അതിനാണ് നമ്മൾ ഗൂഢാലോചന എന്ന് പറയുന്നത്. അവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആരുമായിട്ട്? സ്റ്റേറ്റും അതുപോലെ ക്രൈംബ്രാഞ്ചുമായിട്ടുള്ള ഗൂഢാലോചന. ഈ കേസിൽ വാസ്തവത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരാണ്? മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ആണോ? അല്ല, ദേവസ്വം ബോർഡ് ബെഞ്ച്, അതായത് ഹൈക്കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ആരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്? ഗവൺമെൻറ് ആണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പോലെ ഗവൺമെൻറ് കേട്ടേ പറ്റൂ, അല്ലെങ്കിൽ വിവരം അറിയും എന്ന് പറയുന്നത് പോലെ. വിവരമുള്ളവർക്ക് അത് മനസ്സിലാവും. ഇതല്ല, ഇത് എന്ത് പരിപാടിയാണ്? ക്രൈംബ്രാഞ്ചിന് സ്വന്തമായിട്ട്. അപ്പം നമുക്ക് അറിയാമല്ലോ ഇതിൻ്റെ പത്മകുമാറിന് മുകളിലോട്ട് ഈ അന്വേഷണം പോകില്ലെന്ന് ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയും. അവിടെ തീർന്നു. കാരണം എന്താ? ഇതുപോലുള്ള വിധേയന്മാരാണ് SITയിൽ ഇരിക്കുന്നത്. ADGP വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലുള്ളവരാണിത് മടിക്കുന്നത്. അപ്പോൾ എത്ര പേടിയുണ്ട് അവരെ ഭരിക്കുന്ന? അവരെ ഭരിക്കുന്നത് ഭയം. ആരിൽ നിന്നുള്ള ഭയം? കോടതിയിൽ നിന്നുള്ള ഭയമല്ല, മുഖ്യമന്ത്രിയിൽ നിന്നുള്ള ഭയം അല്ലേ? ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉത്തരം പൂർത്തിയായി. ഇനി എന്തെങ്കിലും ഒന്ന് ചോദിക്കൂ അതിനെ സംബന്ധിച്ചുള്ള. അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു സർ. ചെന്നിത്തല ഇതുവരെ ഈ കേസ് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. BJP ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഈ സ്ത്രീ പ്രവേശന സമയത്തൊക്കെ വലിയ വീമ്പളൊക്കെ BJP വാ തുറക്കുന്നില്ല. എന്താണ് കാരണം എന്നറിയില്ല. ശബരിമലയിലെ സ്വർണമാണ് പോയേക്കുന്നത്. കോൺഗ്രസും മിണ്ടുന്നില്ല. അപ്പോഴേ എവിടെയോ ഒരു തിരിമറി ഉണ്ട് എന്നുള്ളതായിരിക്കുന്നു. കോൺഗ്രസ് മിണ്ടുന്നില്ല, കാരണം കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും നല്ല ആയുധമാണ് ഭരണപക്ഷത്തിനെതിരെ അടിക്കാൻ കിട്ടിയ, എന്നിട്ട് മിണ്ടുന്നില്ല. ആ സമയത്താണ് സോണിയാഗാന്ധി. കോൺഗ്രസിന്റെ ഒന്നും പറയണ്ട, കോൺഗ്രസിന്റെ നട്ടല്ലൊടിഞ്ഞിരിക്കുക. അതെ, PT കുഞ്ഞുമുഹമ്മദിനെതിരെ ആരോപണം വന്നിട്ട് ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ. ഇപ്പൊ അതേസമയം എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തുണ്ടായിരുന്നെങ്കിൽ ആഞ്ഞടിച്ചേനെയും കൊടുങ്കാറ്റാട്ടി വീശിയേനെയും. ഇവർക്കൊക്കെ എനിക്ക് തോന്നുന്നത് എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. സുഖചികിത്സ പോയി നടത്തേണ്ടി വരും. അതാണ് വേണ്ടി വരുന്നത്. എന്തോ കുഴപ്പങ്ങളൊക്കെ, അജീർണമോ അങ്ങനെയുള്ള ഒരുപാട് അസ്കിതകൾ ബാധിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പിന്നെ നമുക്കൊന്ന് പ്രതികരിക്കാൻ തോന്നുകയില്ല. ആ ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു. കായകൽപ്പ ചികിത്സ ആവശ്യമായിട്ട് വരും കോൺഗ്രസ്.